എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടാവും അല്ലെ? പക്ഷെ വാഴയില ഡയറക്റ്റ് ആയിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലായിരിക്കും അല്ലെ? അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സയന്റിഫിക് റീസൺ ഉണ്ട്. സോ വെൽക്കം ടു ടുഡേസ് എപ്പിസോഡ് ഓഫ് ലേൺ ആൻഡ് ലീവ് വിത്ത് ആഷ്. And I'm Ashwati Venugopal, a research scholar, and here we do talk about science, skincare, cooking, and little stories from everyday life. So let's move on to today's episode. അതായത് ബനാന ലീഫിന്റെ മെജോറിറ്റി ഭാഗവും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും ഹെമി സെല്ലുലോസും ഈ രണ്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് വെച്ചിട്ടാണ്. ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവണമെങ്കിൽ അതിനൊരു എൻസൈമിന്റെ ആവശ്യകതയുണ്ട്. അതാണ് സെല്ലുലേസ് എൻസൈം. ഈ പറയുന്ന സെല്ലുലേസ് എൻസൈം ആക്ച്വലി ഹ്യൂമൻ ബോഡിയിൽ ഇല്ല. അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ ഈ വാഴയില ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താതിരുന്നത്. പക്ഷെ വാഴയില ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും സെല്ലുലേസ് എൻസൈം ഉള്ളവർക്ക്. അതാരാണെന്നറിയോ? റുമിനന്റ് ആനിമൽസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗോട്ട്, ഷീപ്പ്, ഇതൊക്കെയാണ് റുമിനന്റ് ആനിമൽസ്. കാരണം ഇവരുടെ ആമാശയത്തിന് 4 ഭാഗങ്ങളുണ്ട്. അതിലെ ഒരു ഭാഗത്തിനെയാണ് റൂമൻ എന്ന് പറയുന്നത്. ഈ പശുവൊക്കെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ ഒരുപാട് ഫുഡ് അവർ ചവച്ച് അകത്തേക്ക് ഇറക്കും. ഈ ഫുഡ് പോയി സ്റ്റോർ ചെയ്യുന്നത് ആക്ച്വലി റൂമൻ എന്ന് പറയുന്ന പാർട്ടിലാണ്. ഈ റൂമനിൽ സ്റ്റോർ ചെയ്യുന്ന ഫുഡിന് അവിടെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. തിരിച്ച് ആ ഫുഡിനെ തികട്ടി വായിലേക്ക് എടുത്ത് അവർ വീണ്ടും ചവയ്ക്കുന്നത് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ അയവിറക്കുക, അയവെട്ടുക എന്നൊക്കെ പറയുന്നത്. ആ പ്രോസസ്സിനെ ആക്ച്വലി നമ്മൾ റുമിനേഷൻ എന്നാണ് പറയുക. ഇതിന് കച്ചൂയിങ് എന്നും മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. ചൂയിങ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഫുഡ് വയറിലേക്ക് പോയി ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ടാണ് ഇവരുടെ ബോഡിയിൽ ആക്ച്വലി ഈ പറയുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഡൈജസ്റ്റ് ആവുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആ റൂമനില് ഇവർക്ക് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. പറയുമ്പോൾ നമ്മുടെ ബോഡിയിലും ഇത്തരത്തില് ഒരുപാട് സിംബയോട്ടിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസംസും ഇവരുടെ റൂമൻ എന്ന് പറയുന്ന പാർട്ടിലുള്ള മൈക്രോ ഓർഗാനിസംസും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ റൂമനിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഇവർക്ക് സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈം ഉൽപ്പാദിപ്പിച്ച് കൊടുക്കും. ദാറ്റ്സ് വൈ റുമിനൻസിന് ഈ പറയുന്ന സെല്ലുലോസും ഹെമി സെല്ലുലോസും ഒക്കെ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഹ്യൂമൻസ് കാൺട്ട്. അപ്പോ എന്തായാലും ബനാന ലീഫ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? അപ്പോ ബനാന ലീഫ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, അതായത് വാഴയില നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അതില് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സെല്ലുലോസും ഹെമി സെല്ലുലോസും ഒക്കെ ഉണ്ട്. അത് നമുക്കൊരു ഡയറ്ററി ഫൈബർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതായത് നമ്മുടെ ബോഡിയിലൂടെ ഫുഡ് നമ്മുടെ ഇൻഡസ്റ്റൈനിലൂടെയൊക്കെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ ഡയറ്ററി ഫൈബർ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഡയറ്ററി ഫൈബർ മാത്രമാണോ വാഴയിലയിലുള്ളത്? അല്ല. വാഴയിലയില് ഒരുപാട് ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട്. ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഴമക്കാർ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് വാഴയിലയിൽ ഫുഡ് വിളമ്പുക എന്നുള്ളത്. വാഴയില വലുതായത് കൊണ്ടും അതിൽ ഒരുപാട് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതും കൊണ്ടല്ല പണ്ട് തൊട്ടുള്ളവർ വാഴയിലയെ ഫുഡ് വിളമ്പാനായിട്ട് എടുത്തിരുന്നത്. ഈ ഒരു റീസൺ കൊണ്ടാണ്. ആക്ച്വലി വാഴയിലയുടെ പുറത്ത് ഒരു വാക്സി കോട്ടിംഗ് ഉള്ളതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? അത് ആക്ച്വലി വാഴയിലയെ സൺ ഡാമേജിൽ നിന്നും ഹെവി റെയിനിൽ നിന്നും മൈക്രോബിയൽ അറ്റാക്സിൽ നിന്നും സംരക്ഷിക്കാനായിട്ടുള്ളതാണ്. ആ ലെയറിന് ക്യൂട്ടിക്കൽ എന്നാണ് പറയുക. ക്യൂട്ടിലും കുറച്ച് വാക്സ് മെറ്റീരിയൽസും വെച്ചിട്ടാണ് ആക്ച്വലി വാഴ അത് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ചൂടുള്ള ചോറും കറിയൊക്കെ അതിലേക്ക് വിളമ്പി കഴിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മുടെ ഫുഡിലേക്ക് ഡിസോൾവ് ആയി വളരെ നല്ലൊരു ടേസ്റ്റും അരോമയൊക്കെ നമ്മുടെ ഫുഡിന് കിട്ടാറുണ്ട്. അപ്പോ പ്ലേറ്റിൽ ഫുഡ് വിളമ്പി കഴിച്ചിട്ടുള്ളവർക്കറിയാം, പ്ലേറ്റിൽ വിളമ്പി കഴിക്കുന്നതും വാഴയിലയിൽ വിളമ്പി കഴിക്കുന്നതും തമ്മിലുള്ള ടേസ്റ്റിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞല്ലോ, വാഴയിലയിൽ ഒരുപാട് കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, സോഡിയം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഡെയിലി ഡയറ്ററി ഇൻടേക്കിന് ആവശ്യമായിട്ടുള്ള അത്രയും ന്യൂട്രിയൻസ് ഒന്നും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇതൊരു ആഡഡ് ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ വാഴയിലയിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റ് കണ്ടന്റ് ഉണ്ട് ഗൈസ്. സോ ആന്റി ഓക്സിഡൻസ് എന്താണെന്നറിയോ? നമ്മുടെ ബോഡിയിൽ നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നവരാണ് ഈ ആന്റി ഓക്സിഡൻസ്. അതിനാദ്യം ഫ്രീ റാഡിക്കൽസ് എന്താണെന്ന് അറിയണ്ടേ? സോ നമ്മളെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടന്നു പോകാനായിട്ട്, അതായത് നമ്മുടെ ബോഡി നിലനിന്ന് പോകാനായിട്ട് ഡെയിലി മില്യൺസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബൈ പ്രോഡക്ട്സും ഉണ്ടാവാറുണ്ട്. ഈ ബൈ പ്രോഡക്ട്സിനെ ചിലതൊക്കെ ബോഡി മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി യൂസ് ചെയ്യും. എന്നാൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് നോർമലി തന്നെ നമ്മളെ ബോഡിയിൽ ഉണ്ടാവാറുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം
സ്ട്രെസ്, പൊല്യൂഷൻ ഒക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആന്റി ഓക്സിഡൻസിന്റെ അളവ് ഒരുപാട് കൂടാറുണ്ട്. ആക്ച്വലി ഈ ആന്റി ഓക്സിഡൻസിനെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇവര് നമുക്ക് ഒരുപാട് ഡിസീസസ്, അതായത് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഡയബറ്റീസ്, ക്യാൻസർ, ന്യൂറോ ഡീജനറേറ്റീവ്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ടാണ് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കഴിക്കണമെന്ന് പറയുന്നത്. വൈറ്റമിൻ സി ഒക്കെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു ആന്റി ഓക്സിഡന്റ് കാറ്റഗറിയാണ് പോളിഫിനോൾസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ വാഴയില ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. ക്വിസോട്ടിൻ, കൗമാരിൻ, സിനാമിക് ആസിഡ്, കാറ്റക്കിൻ, അങ്ങനെ ഒത്തിരി ആന്റി ഓക്സിഡൻസ് നമ്മുടെ വാഴയിലയിൽ ഉണ്ടെന്ന് റിസർച്ച് ആർട്ടിക്കിൾസ് പറയുന്നുണ്ട്. സോ ഈ ആന്റി ഓക്സിഡൻസ് ഒക്കെ തന്നെ നമ്മൾ ചൂട് ഫുഡ് ഈ വാഴയിലയിൽ വിളമ്പി കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. അതിന്റെ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടും. ഇതേ ബെനിഫിറ്റ്സ് തന്നെയാണ് നമ്മൾ പ്ലാവില വെച്ചിട്ട് ഫുഡ് വിളമ്പാനും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പ്ലാവില വെച്ചിട്ട് ഈ സ്പൂണ് പോലെ ഉണ്ടാക്കി പണ്ട് കാലത്ത് ചൂട് കഞ്ഞിയൊക്കെ കുടിക്കാൻ യൂസ് ചെയ്തിരുന്നല്ലേ? നമ്മൾ ചിലരെങ്കിലും ചെറുപ്പകാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്ലാവിലയിലും ഒരുപാട് ആന്റി ക്യാൻസർ, ആന്റി ഡയബറ്റിക്, ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴമക്കാർ കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഓൾഡ് ജനറേഷൻ എത്രത്തോളം റിസോഴ്സ്ഫുള്ളും സസ്റ്റൈനബിളും ആയിരുന്നു എന്ന് കൂടി നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഈവൻ ദോ റീയൂസബിൾ പ്ലേറ്റ്സ് ആണ് നമ്മളിപ്പോ എടുക്കുന്നതെങ്കിൽ പോലും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമും എനർജിയും ഒക്കെ വേസ്റ്റ് ആവും. ബട്ട് അറ്റ് ദ സെയിം ടൈം വാഴയിലയിലാണ് നിങ്ങൾ ഫുഡ് വിളമ്പുന്നതെന്നുണ്ടെങ്കിൽ അത് ബയോഡിഗ്രേഡബിൾ ആണ്, മണ്ണിലേക്ക് ഇട്ടാൽ മതിയല്ലോ, അല്ലെ? പിന്നെ സെല്ലുലോസും ഹെമി സെല്ലുലോസും നമുക്ക് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം ഇല്ല എന്ന് അവർക്ക് അറിയില്ലായിരുന്നിരിക്കാം. എങ്കിൽ കൂടി അതിന്റെ ഫൈറ്റോ ന്യൂട്രിയൻസിന്റെ ബെനിഫിറ്റ്സ് മൊത്തം നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അവര് വാഴയിലയില് ഫുഡ് വിളമ്പാന് എടുത്തതും മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഴയെ കുറിച്ചുള്ള വിശേഷം. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ടൈം മറ്റൊരു നല്ല വീഡിയോ, കുറച്ചധികം നല്ല സയന്റിഫിക് ഫാക്ട്സ്, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ ടുഡേ ഐ എം സൈനിങ് ഓഫ്. ബൈ.